ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീന് പോലും ആവശ്യമില്ലാതെ എന്നെ നിയന്ത്രിക്കാനും തല്ലാനും ഒക്കെ തുടങ്ങും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പോകുന്നില്ല. പോവാതിരുന്നാ പരസ്പരം അകന്നു നിൽക്കുമ്പോ എന്നെ മിസ് ചെയ്യുന്നു എന്നുള്ള ഫീല് നവീനും ഉണ്ടാവട്ടെ. അത് കഴിഞ്ഞ് വിളിച്ച് സംസാരിക്കാം. ഗാഥ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അവള് വേറെ എവിടെ പോവാനാ? ഗാഥ എവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. ഒരു പബ്ലിക് പ്ലേസിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് ആവശ്യമില്ലാത്ത ഇഷ്യൂസ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് നേരെ മമ്മിയുടെ അടുത്തേക്ക് വരിക, ഇതൊക്കെ ഒരു കുടുംബക്കാർ ചെയ്യുന്ന കാര്യമാണെന്ന് സിത്താര കരുതുന്നുണ്ടോ? മറ്റൊരാളുടെ ജീവന് വില പോലും കൽപ്പിക്കാതെ നാഗശാപം മറച്ചുവെച്ച് വിവാഹം നടത്തുന്നത് കുടുംബക്കാർക്ക് ചേർന്ന പ്രവൃത്തിയായിരിക്കും അല്ലേ? നാഗശാപല്ല പ്രശ്നമെന്ന് സിത്താരയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് സിത്താര നടത്തിയ ആൾമാറാട്ടാണ് എന്റെ മകന്റെ ജീവൻ ഇപ്പോ ഏറ്റവും വലിയ ഭീഷണിയായിരിക്കുന്നത്. ആൾമാറാട്ടത്തിന്റെ കഥ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാ. ഞാനത് നിഷേധിച്ചതാ. നിഷേധിച്ചുകൊണ്ട് സത്യം സത്യമല്ലാതാവുന്നില്ലല്ലോ. നമ്മളുടെ മുന്നിൽ ഇപ്പോ ഒരു ഇഷ്യൂ ഉള്ളൂ. പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിച്ച നവീനും ഗാഥയ്ക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം തേടിയാണല്ലോ സരസ്വതി അമ്മയും ഞാനും ഗാഥയും ചേർന്ന് ജോൾസിന്റെ അടുത്ത് പോയത്. പ്രതിവിധികൾ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ദൈവികത കാണുന്നവർക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ലേ? സിത്താര, ഗാഥയുടെ മനസ്സ് തിരുത്തുന്നതിനെ കുറിച്ചോ പൂജയുടെ ഫലത്തിനെ കുറിച്ചോ ഒന്നുമല്ല നമ്മളിപ്പോ സംസാരിക്കുന്നത്. നവീന്റെ മുമ്പിൽ സിത്താര നടത്തിയത് ആൾമാറാട്ടാണ്. അത് സിത്താര തുറന്നു പറഞ്ഞേ പറ്റൂ. അവൻ താലി കെട്ടിയ പെണ്ണാരാണെന്ന് അവന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തേ പറ്റൂ. ഒന്നും ജീവിക്കേണ്ട അവരാ. ഞാൻ എന്താ എന്നെ മോളെ കുഴിച്ചു മൂടണോ? ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ അമ്മയും പറയുന്നതല്ലാതെ കല്യാണത്തിന് ഒരു ആൾമാറാട്ടം നടന്ന കാര്യം വേറെ ആരെങ്കിലും സമ്മതിക്കോ? നിങ്ങൾ ഇത്തരത്തിലുള്ള നിലപാട് തുടർന്നാ ഞാൻ എന്റെ മകളെയും കൊണ്ട് നിയമത്തിന്റെ മുന്നിലേക്ക് അങ്ങ് പോവും. അവിടെ നിങ്ങൾ എന്ത് പറയും? എന്ത് തെളിവാ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങളുടെ കുറ്റങ്ങൾ മറച്ചു വെച്ച് എന്നെയും എന്റെ മകളെയും പ്രതികളാക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് അനുവദിച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നവീന്റെയും ഗാഥയുടെയും വിവാഹ കാര്യത്തില് ഒരേ ഒരു സംഗതിയേ ഉള്ളൂ. കളരിക്കലെ നാഗശാപം മൂലം അവർക്ക് ഒന്നിക്കാനായിട്ടാവുന്നില്ല. അതല്ലാതെ നിങ്ങൾ പറയുന്ന മറ്റൊരു കാര്യവും നിലനിൽക്കില്ല. മറ്റൊന്നിനും ഞാൻ സമ്മതിക്കില്ല. സിത്താര ശ്രീനിവാസ പറയുന്നത്. സിത്താരയ്ക്ക് മകളുടെ കാര്യത്തിൽ വാശിയുള്ളത് പോലെ എനിക്ക് എന്റെ മകന്റെ കാര്യത്തിലും വാശിയുണ്ട്. നവീൻ താലി കെട്ടിയത് മറ്റൊരു പെണ്ണന്റെ കഴുത്തിലാണെന്ന് അവൻ തിരിച്ചറിയണം. അതെല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ തെളിയിച്ചു കൊടുക്കണമെങ്കിൽ ആ പെൺകുട്ടിയെ നിങ്ങളുടെ കൺമുമ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾ അവളെ ആട്ടിപ്പായച്ചതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കൊണ്ടുവന്ന് നിർത്തും നിങ്ങളുടെ മുമ്പില്. എന്നിട്ട് ഇതുവരെ ചെയ്തു കൂട്ടിയതിനൊക്കെ കണക്ക് പറയിക്കും. എങ്കിൽ ആദ്യം അത് നടക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ സംസാരിക്കാലോ. എന്റെ മകക്ക് വേണ്ടി ഒരു കാര്യത്തിന് ഞാൻ ഇറങ്ങി തിരിച്ച പിന്നെ അതിന്റെ ചുറ്റുപാടൊന്നും ഞാൻ നോക്കാറില്ല. ആർക്ക് വേദനിക്കുന്നു ചിന്തിക്കാറുമില്ല. മത്സരിക്കാൻ ഇറങ്ങുന്നൊക്കെ സൂക്ഷിച്ചു മതി. ശരി. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്റെ ബന്ധുവാ. വന്ന സ്ഥിതിക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി. ഉപചാരങ്ങളൊന്നും ഇപ്പൊ വേണ്ട. ഒരപേക്ഷയുള്ളൂ. നന്മ നിറഞ്ഞൊരു പെൺകുട്ടിയാ നിങ്ങൾ നാട് കടത്തിയത്. എന്നോട് ഇപ്പൊ പറഞ്ഞ് വാശിക്ക് കൊന്നുകളരുത് ആ പാവത്തിന്. കൃഷ്ണ ഇവര് കണ്ടെത്തിയാലോ? കണ്ടെത്തില്ല. ഒരിക്കലും കണ്ടെത്തില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ശരി, ഞാൻ വിളിക്കാം. സത്യം പറഞ്ഞാലേ വീട്ടിൽ നിന്ന് പോരുമ്പോ എനിക്ക് ടെൻഷനായിരുന്നു. സാറ് റെഡി ആയിട്ടുണ്ടോ, നമ്മള് ഇന്ന് തന്നെ പോകുന്നുണ്ടോന്നൊക്കെ? താൻ ഫിക്സ് ചെയ്ത കാര്യമല്ലേ, തനിക്ക് ചീത്തപ്പേര് വരതല്ല. എന്നാലേ ഞാൻ അനിയൻ സാറിനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം.
നമ്മൾ ഇറങ്ങുവാന്ന്. ഹലോ ഹലോ അനിയൻ സാറേ, ഞങ്ങൾ ആ പ്രോപ്പർട്ടി കാണാൻ വരുമെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാ. ആ ഞാൻ ഇവിടെ തന്നെയുണ്ട്. ആ ഞങ്ങള് സ്പോട്ടിൽ എത്തിയിട്ട് സാറിനെ വിളിക്കാം. മതി, ഞാൻ പ്രോപ്പർട്ടിയുടെ അടുത്ത് കവലയിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ. ഓ ആയിക്കോട്ടെ സാറേ. ശരി. സാറ് ഫ്രീയാ? നമ്മൾ ചെല്ലുമ്പോ കവലയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിന് തൊട്ടടുത്താണ് പ്രോപ്പർട്ടി. എന്നാ വാ, ഇപ്പൊ തന്നെ പോവാം. ഓ സമയം കളയണ്ട. ആയിക്കോട്ടെ. ജോസേ. ആ അനിയൻ സാറോ, നമസ്കാരം. ആ നമസ്കാരം. ജോസേ, കൃഷ്ണ ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇന്ന് കണ്ടില്ലല്ലോ സാറേ. കൃഷ്ണയുടെ ഫോൺ നമ്പർ കയ്യിലുണ്ടോ? ഞാൻ വാങ്ങിച്ചിട്ടില്ല. അയ്യോ സാറേ, എൻ്റെ ഇല്ലല്ലോ. ഛേ, ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങും. കൃഷ്ണമോൾ എവിടെ താമസിക്കുന്നറിയോ? സാറേ, നമ്മുടെ തച്ചോട്ടുപുരക്കാരുടെ വീടില്ലേ, ആ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോകുന്ന വഴിയില് നമ്മുടെ എമ്പ്രാന്തിരിയുടെ വീട്ടിലേക്കുള്ള വഴി തിരിയുന്ന ഭാഗത്ത് കാണുന്ന വീടാ. ഓ ആയിക്കോട്ടെ. എന്തായാലും ഞാനപ്പോ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കൂടെ വിടാൻ പിള്ളേരാരും ഇല്ലല്ലോ സാറേ ഇവിടെ. എനിക്ക് നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഒരു വഴികാട്ടി? ഞാൻ പോയിക്കോളാം. ശരി. ശരി എന്നാ. നവീന്റെ അച്ഛനോട് എനിക്കൊരെളുപ്പം മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു. സംഭവിച്ചതിനൊക്കെ നിന്നെ മാത്രം കുറ്റം പറഞ്ഞാ ഞാൻ കേട്ടിരിക്കോ? അച്ഛനെന്നെ വിളിക്കാനാണോ വന്നേ? ആണെന്ന് എനിക്ക് തോന്നിയില്ല. എന്തായാലും അവരുടെ മുന്നിൽ താന്നു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താ പിന്നെ ആ വീട്ടിൽ നിനക്കൊരു വിലയുണ്ടാവില്ല. ഇനി അങ്ങോട്ട് പോകാൻ നീ മെന്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ പോവാം. നവീനെ വിട്ട് എനിക്കൊരു ജീവിതം ഇല്ല മമ്മി. പക്ഷേ ഇപ്പൊ ഞാൻ തിരിച്ചു ചെല്ലുന്നത് അപകടം. മമ്മി പറഞ്ഞതുപോലെ താഴ്ന്നു കൊടുത്താ ഞാൻ അവരുടെ അടിമയാവും. ചിലപ്പോ നവീന് പോലും ആവശ്യമില്ലാതെ എന്നെ നിയന്ത്രിക്കാനും തല്ലാനും ഒക്കെ തുടങ്ങും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പോകുന്നില്ല. പോവാതിരുന്ന പരസ്പരം അകന്നു നിൽക്കുമ്പോ എന്നെ മിസ് ചെയ്യുന്നു എന്നുള്ള ഫീല് നവീനും ഉണ്ടാവട്ടെ. അത് കഴിഞ്ഞ് വിളിച്ച് സംസാരിക്കാം. അത് മാത്രല്ല മമ്മി, ഈ കണ്ടീഷനില് ഞാൻ കളരിക്കലേക്ക് കയറി ചെന്ന ആ നിർമ്മലും മോളും കൂടി എന്നെ മുഴുഭ്രാന്തിയാക്കും. അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഒരു പൊരുത്തപ്പെടൽ ഉണ്ടാവില്ല.